കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഈ ദുഃഖ വെള്ളിയാഴ്ച ദിനത്തിൽ യേശുക്രിസ്തു ക്രൂശിൽ വേദനയോടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ മൊഴികൾ നാം ധ്യാനിക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് ഇന്നിവിടെ പറയാൻ അവസരം ഒരുക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇമ്മാനുവൽ രാജ് അച്ഛനോടും ഷിജി കൊച്ചമ്മയോടും എല്ലാ കമ്മിറ്റി അംഗങ്ങളോടുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ സ്നേഹത്തോടെ അറിയിച്ചു കൊള്ളട്ടെ. ആദ്യമായാണ് ഇങ്ങനൊരു മൊഴി പ്രസംഗം ഞാൻ നടത്തുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ക്ഷമിക്കണമേ എന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. മനുഷ്യ ശരീരം അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ്. നമ്മുടെ ശരീരത്തിന്റെ ഏകദേശം 60 മുതൽ 70% വരെ വെള്ളമാണ്. ഒരു ദിവസം പോലും നാം വെള്ളം കുടിക്കാതിരുന്നാൽ ശരീരം ഉടൻ തന്നെ പ്രതികരിക്കാൻ തുടങ്ങും. ജീവൻ നിലനിർത്താൻ വളരെ ആവശ്യകരമായ ഒരു ഘടകം തന്നെയാണ് ജലം. അങ്ങനെ ഇരിക്കെ ഒരു നിമിഷം നമുക്ക് കുരിശിലേക്ക് നോക്കാം. മുൾക്കിരീടം ചൂടി ശരീരം ആകെ മുറിവുകൾ നിറഞ്ഞ് രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ, കടുത്ത ചൂടും വേദനയും എല്ലാം സഹിച്ചുകൊണ്ട് ശരീരത്തിലെ ജലാംശം മുഴുവൻ വറ്റിപ്പോയ അവസ്ഥയിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്ന മൊഴി, ലോകത്തിൽ അവസാന സമയത്ത് വെള്ളം കൊടുക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരുപാട് പേരെ നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കും. മരണസമയത്ത് വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. അത് വെള്ളം കൊടുക്കുന്നവർക്കും കൊടുക്കുന്ന വെള്ളം വാങ്ങി കുടിക്കുന്നവർക്കും ഒരുപോലെ മനസ്സിന് ആശ്വാസവും സമാധാനവും നൽകുന്ന ഒന്ന് തന്നെയാണ്. ചിലർ പറയാറുണ്ട്, ഞാൻ കൊടുത്ത വെള്ളം കുടിച്ചാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്ന്. എന്നാൽ ഇവിടെ ചിന്തിക്കേണ്ട വലിയ ഒരു വ്യത്യാസം ഉണ്ട്. ഒരിക്കൽ കുരിശിൽ കിടന്നുകൊണ്ട് സ്വന്തം ശാരീരിക വേദനയെ പറ്റി കർത്താവ് പറഞ്ഞ ഏക മൊഴിയാണിത്. ഇന്നത്തെ ഈ ദുഃഖ വെള്ളിയാഴ്ച കുരിശിൽ നിന്നുള്ള കർത്താവിൻ്റെ 5ാമത്തെ മൊഴിയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈ ചെറിയ വാക്കുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം വളരെ ആഴമുള്ളതാണ്. ഇത് വെറും വാക്കുകളല്ല, വേദനയുടെയും ആഴമായ സ്നേഹത്തിൻ്റെയും മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ കരുണയുടെയും പരമാവധി പ്രകടനമാണ്. കുരിശിൽ കിടന്നുകൊണ്ട് സ്വന്തം ശാരീരിക വേദനയെ പറ്റി കർത്താവ് പറയുന്ന ഏക മൊഴിയാണിത്. മുൻപത്തെ മൊഴികളിൽ അവിടുന്ന് ക്ഷമയെ പറ്റി സംസാരിച്ചു, രക്ഷയെ പറ്റി പറഞ്ഞു, മാതാവിനെയും ശിഷ്യനെയും പരസ്പരം ഏൽപ്പിച്ചു. എന്നാൽ ഇവിടെ ഒരു നിമിഷം കർത്താവ് തൻ്റെ ശരീരവേദനയെ പറ്റി വെളിപ്പെടുത്തുന്നു. എന്തുകൊണ്ട്? കാരണം ആ നിമിഷത്തിൽ അവിടുത്തെ ശരീരം അത്യന്തം ക്ഷീണിച്ചിരുന്നു. ശരീരത്തിലെ ജലാംശം മുഴുവൻ വറ്റിപ്പോയിരിക്കുന്നു. ചൂടും വേദനയും രക്തസ്രാവവും എല്ലാം ചേർന്ന് മനുഷ്യരായി സഹിക്കാവുന്ന പരമാവധി വേദനയിൽ അവിടുന്ന് നിൽക്കുന്നു. ആ വേദനയുടെ നടുവിൽ നിന്നാണ് ഈ വാക്കുകൾ ഉയരുന്നത്. സെന്റ് പോൾ ദ അപ്പോസ്റ്റൽ പറഞ്ഞ ഒരു ക്രൂശ് സന്ദേശത്തെ പറ്റിയും നമുക്കിപ്പോൾ ഓർക്കാം. Sufferings are the pearls of Jesus crucified. It happens sometimes that the lightning rends a mountain and discloses therein a mine of treasures. So also the thunderbolts of adversity brings forth a gold mine in certain souls. ക്രൂശിതരായ യേശുവിൻ്റെ ദുഃഖങ്ങൾ മുത്തുകളാണ്. യേശു സഹിച്ച ഓരോ വേദനയും വെറുതെ ആയിരുന്നില്ല എന്നതാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത്. എങ്ങനെ മിന്നൽ പർവ്വതത്തെ പൊട്ടിച്ചാൽ അതിനുള്ളിൽ നിന്ന് നിധി പുറത്തു വരുന്നുവോ, അതുപോലെ തന്നെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളും മനുഷ്യന്റെ ഉള്ളിലുള്ള ആത്മീയ സമ്പത്ത് പുറത്തു കൊണ്ടുവരുന്നു. ക്രൂശ് വെറും വേദനയുടെ അടയാളമല്ല, അത് രക്ഷയുടെ വഴിയും ആത്മീയ വളർച്ചയുടെ ഉറവിടവും ആണ്. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വലിയ ഒരു വ്യത്യാസമുണ്ട്. ഒരിക്കൽ കർത്താവ് പറഞ്ഞിരുന്നു, ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അവിടുന്ന് വീണ്ടും പറഞ്ഞു, ഞാൻ കുടിക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ
ഈസോപ്പ് തണ്ടിൽ വെച്ച് കുടിപ്പാൻ കൊടുത്തു. ഇതൊരു സാധാരണ സംഭവമല്ല. പണ്ട് കാലങ്ങളിൽ ഈസോപ്പ് തണ്ട് ശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു ചിന്തയിൽ ഞാൻ കേട്ടത് അപ്രകാരം ഈസോപ്പ് തണ്ടിൽ യേശുക്രിസ്തുവിന്റെ രക്തം എപ്പോൾ വീണുമോ അതിനുശേഷം ഈസോപ്പ് തണ്ടിന്റെ പ്രാധാന്യം നിന്നില്ല എന്നാണ്. അതുപോലെ തന്നെ ഇതൊരു സാധാരണ സംഭവമല്ല, ഇത് ഒരു പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, എന്റെ ദാഹത്തിൽ അവർ എനിക്ക് പുളിച്ച വീഞ്ഞ് കുടിപ്പാൻ തന്നു. ക്രൂശിക്കപ്പെട്ടവർക്ക് പതിവായി കൊടുക്കുന്ന പാനീയമായിരുന്നു ഈ കയ്പ് കലർന്ന വീഞ്ഞ്. ഇത് കുടിച്ചാൽ അവർക്ക് വേദന കുറയും, അവർ അബോധാവസ്ഥയിലാകും. എന്നാൽ കർത്താവ് അത് സ്വീകരിച്ചില്ല. എന്തുകൊണ്ട്? കാരണം അവിടുന്ന് തന്റെ വേദന മുഴുവൻ ബോധത്തോടെ തന്നെ അനുഭവിക്കാൻ ആഗ്രഹിച്ചു. എബ്രായർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രയെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാപത്തിനായി, നമ്മുടെ രക്ഷയ്ക്കായി അവിടുന്ന് ഒരു വേദനയും ഒഴിവാക്കാതെ എല്ലാം സഹിക്കുകയായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യവും കൂടെയുണ്ട്. എനിക്ക് ദാഹിക്കുന്നു. ഇത് വെറും ശാരീരിക ദാഹമല്ല, ആത്മീയ ദാഹമാണ്. ശമരിക്കാരിയായ സ്ത്രീയെ ഓർക്കൂ. അവളോട് കർത്താവ് പറഞ്ഞു, എനിക്ക് കുടിപ്പാൻ തരും. അവിടുത്തെ ലക്ഷ്യം വെള്ളം കുടിക്കുകയായിരുന്നു എന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അവിടുന്ന് ആ സ്ത്രീയുടെ ആത്മാവിനെയാണ് തേടിയത്. അവളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ, അവളെ പുതിയ ജീവിതത്തിലേക്ക് നയിക്കുവാൻ. അതാണ് കർത്താവിന്റെ യഥാർത്ഥ ദാഹം. മരുഭൂമിയിൽ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷവും കർത്താവ് തന്റെ ദൈവിക ദൗത്യം വിട്ടുകൊടുത്തില്ല. ശരീരത്തിന്റെ ക്ഷീണമുണ്ടായിരുന്നുവെങ്കിലും ആത്മാവിന്റെ ശക്തി അവിടത്തിൽ നിലനിന്നിരുന്നു. അതുകൊണ്ട് കുരിശിലെ ഈ ദാഹം നമ്മെക്കുറിച്ചുള്ള ദാഹമാണ്. നമ്മൾ എല്ലാവരും രക്ഷിക്കപ്പെടണം. ഇതാണ് കർത്താവിന്റെ ആഗ്രഹം. നാം ദൈവത്തിലേക്ക് മടങ്ങണം, ജീവജലവും സ്വീകരിക്കണം. അതിനാലാണ് അവിടുന്ന് നമ്മെ വീണ്ടും വിളിക്കുന്നത്. ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഈ വാക്കുകൾ ഒരു ക്ഷണം മാത്രമല്ല, ഒരു വാഗ്ദാനവും കൂടിയാണ്. കർത്താവിന്റെ അടുക്കൽ വരുന്നവർക്ക്, അവനെ വിശ്വസിക്കുന്നവർക്ക് ജീവജലം ലഭിക്കും. ഇന്നും ഈ ലോകത്തിൽ എവിടെ നീതി നിഷേധിക്കപ്പെടുന്നുവോ, എവിടെ അവകാശങ്ങളും സത്യങ്ങളും അടിച്ചമർത്തപ്പെടുന്നുവോ, അവിടെ കർത്താവ് ഇന്നും ദാഹിക്കുന്നു. നീതിക്കായും സത്യത്തിനായും മനുഷ്യരുടെ ഹൃദയ പരിവർത്തനത്തിനായും അവിടുന്ന് ഇപ്പോഴും ദാഹിക്കുന്നു. അപ്പോൾ എനിക്ക് ദാഹിക്കുന്നു എന്ന വാക്ക് നമ്മോടുള്ള ഒരു ചോദ്യവും കൂടിയാണ്. നമ്മൾ ഈ ദാഹത്തിന് മറുപടി പറയുന്നുണ്ടോ? നാം നമ്മുടെ ജീവിതം മാറ്റുന്നുണ്ടോ? നമ്മൾ സ്നേഹം പങ്കിടുന്നുണ്ടോ? നമ്മൾ നീതിക്കായി നിലനിൽക്കുന്നുണ്ടോ? ഇന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കണം. കർത്താവിന്റെ ഈ ദാഹം നിറവേറ്റാൻ നമ്മൾ അവിടുത്തെ അടുക്കൽ പോകണം. നമ്മൾ ജീവജലം സ്വീകരിക്കണം. നമ്മൾ മറ്റുള്ളവർക്കും ആ ജീവജലം നൽകുന്നവരാകണം. അവസാനമായി ഈ വാക്കുകൾ വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ. എനിക്ക് ദാഹിക്കുന്നു. ഈ ദാഹം നമ്മുടെ ആത്മാവിൽ സ്പർശിക്കട്ടെ, നമുക്ക് പുതുജീവൻ നൽകട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ,
എനിക്ക് ദാഹിക്കുന്നു എന്ന അങ്ങയുടെ വാക്കുകൾ ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ശരീരദാഹത്തേക്കാൾ കൂടുതലായി ഞങ്ങളുടെ ആത്മാക്കൾക്കായുള്ള അങ്ങയുടെ ദാഹം ഞങ്ങൾ തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങിൽ നിന്ന് അകന്നുപോയ ഞങ്ങളുടെ ജീവിതത്തെ വീണ്ടും അങ്ങയുടെ അടുക്കൽ കൊണ്ടുവരുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളിൽ ഉള്ള പാപങ്ങളും ദുർബലതകളും നമ്മെ നിന്നിൽ നിന്ന് അകറ്റുന്ന എല്ലാം അങ്ങ് നീക്കിക്കളയണമേ. കർത്താവെ, അങ്ങ് വാഗ്ദാനം ചെയ്ത ജീവജലം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. ഞങ്ങളെ സ്നേഹവും കരുണയും ക്ഷമയും ഒഴുകുന്ന ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നീതിക്കായി വിശന്ന് ദാഹിക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് തരണമേ. സത്യത്തിനായി നിൽക്കുവാൻ ധൈര്യം തരണമേ. കർത്താവെ, ഇന്ന് ഞങ്ങൾ കേട്ട വചനങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ മാത്രം നിൽക്കാതെ ഞങ്ങളുടെ ജീവിതത്തിലും ഫലപ്രദമാകട്ടെ. ഞങ്ങളെ അതിനായി രൂപപ്പെടുത്തണമേ. ഇതെല്ലാം ഞങ്ങൾ അപേക്ഷിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.